ഇതിന്റെ കുഴപ്പം എന്താണെന്നറിയാമോ? ഡിമിനിഷിങ് ഫിയർ ഓഫ് ഗോഡ്. ദൈവഭയം കുറഞ്ഞു കുറഞ്ഞു വരിക. പള്ളിയിലൊക്കെ മുൻപില്ല, നമ്മൾ പ്രാർത്ഥനാ കൂട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്, വാചാ പ്രാർത്ഥനകൾ നമ്മൾ നടത്തുന്നുണ്ട്, പക്ഷെ ദൈവഭയമില്ല. പണ്ടുള്ള ആളുകൾ ഇത്രയൊന്നും പള്ളിയോട് ഇങ്ങനെ ചേർന്നുള്ളവരൊന്നും അല്ല. പള്ളിയിൽ വരും, പ്രാർത്ഥിക്കും, പ്രാർത്ഥനാ കൂട്ടത്തിലൊക്കെ പങ്കാളികളാകും. പക്ഷെ ഇപ്പോഴെപ്പോഴും ഏത് പള്ളികളിലും സംഭവിക്കുന്ന കാര്യമാണിത്. പള്ളിയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ദൈവഭയമില്ല. എന്റെ കാര്യം ഉൾപ്പെടെ ഞാൻ പറയുന്നത്. കുറച്ചുകൂടെ ദൈവഭയം നമുക്കുണ്ടാകണം. ദൈവത്തിന്റെ മുൻപിലാണെന്നും ദേവാലയത്തിന്റെ ഉള്ളിലാണെന്നും ചിന്തയില്ലാതെ തരം താണുപോയ അതിനേക്കാൾ വലിയ ദോഷം നമുക്ക് എന്താ ഉണ്ടാകുന്നത്? ഇത് ഓരോരുത്തരും അവരുടെ നേരെ വിരൽ ചൂണ്ടാൻ വേണ്ടിയുള്ളതാണ്. ജീവിതം അധികമൊന്നുമില്ല പ്രിയമുള്ളവരെ, കുറച്ചേ ഉള്ളൂ. എപ്പോഴും ഓർത്തോണം, തിരുത്തേണ്ട സമയത്ത് തിരുത്തിയില്ലെങ്കിൽ പിന്നെ നമുക്ക് തിരുത്താൻ ചിലപ്പോൾ അവസരം കിട്ടിയില്ലെന്ന് വരും. ബന്ധങ്ങൾ സജീവമാക്കേണ്ട സമയത്ത് സജീവമാക്കിയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അത് സാധ്യമാകാതെ വരും. സ്നേഹസംഗമങ്ങളുടെ കേന്ദ്രങ്ങളാകണം നമ്മുടെ പള്ളികൾ, നമ്മുടെ കുടുംബങ്ങൾ. അല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യം എന്നതാണ്? ജീവിതം അല്പേ ഉള്ളൂ, എപ്പം വേണേലും പോകരുതോ? ഇന്നലെ നടന്നൊരു സംഭവം, ഒരു ഓട്ടോറിക്ഷയിൽ പോയി 3 പേർ മരണമടഞ്ഞു. ഇങ്ങോട്ടെടുത്ത ശ്വാസം തിരിച്ച് വിട്ടില്ലെങ്കിൽ ശവമാണ്. എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ എന്ന് വെല്ലുവിളിച്ചിട്ട് പോകുന്ന ആളുകൾ തിരിച്ചു വരുമ്പോൾ ജീവൻ കാണുന്ന എന്തുറപ്പാ?